ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും ഉപയോഗിക്കേണ്ട ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ മാനേജർ. പോളിംഗിൻ്റെ വിവിധ ഘട്ടങ്ങളായ പോളിംഗ് സാമഗ്രികളുടെ കളക്ഷൻ, പോളിംഗ് സ്റ്റേഷനിലെ മറ്റ് പ്രവർത്തനങ്ങൾ, ഓരോ മണിക്കൂറുമുള്ള വോട്ടർ ടേൺഔട്ട്, പോൾ ക്ലോസിംഗ്, പോളിംഗ് സാമഗ്രികളുടെ തിരിച്ചേൽപ്പിക്കൽ മുതലായ എല്ലാ നടപടിക്രമങ്ങളും അതാത് സമയങ്ങളിൽ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉദ്ദേശ്യം. പോൾ മാനേജർ CEO കേരള എന്നുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നത് പോലെ ആണ് അതിൻ്റെ അപ്പിയറൻസ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത് മൊബൈൽ നമ്പറാണ്. ഇത് നിങ്ങളുടെ ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെയോ അഥവാ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ ആവാം. പ്രിസൈഡിംഗ് ഓഫീസറുടെയോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാത്ത പക്ഷം അല്ലെങ്കിൽ അതിൽ നെറ്റ്വർക്ക് കിട്ടാത്ത പക്ഷം ടീമിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെയോ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയോ മൊബൈൽ നമ്പറും അതിൽ ലഭിക്കുന്ന OTPയും കൊടുത്ത് ഈ ആപ്പിൽ പ്രവേശിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം പ്രൊസീഡ് എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതാണ് ഇവിടെ ഫീഡ് ചെയ്യേണ്ടത്. ശേഷം പ്രൊസീഡ് കൊടുക്കാം. ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ലോഗിനിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും ഈ ആപ്പിൽ പ്രവേശിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരാണ്, ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്, ഏത് അസംബ്ലി മണ്ഡലത്തിലാണ് ജോലി എന്നുള്ള വിവരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഡ്യൂട്ടിയുള്ള പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും പേരുമാണ് ഇവിടെ കാണിക്കുന്നത്. 20 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നുപോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് 0/20 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിനായി ആ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്യുന്നതിനുള്ള ഒരു വാർണിംഗ് ആണ് വരുന്നത്. ഈ ഫോണിൻ്റെ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അതിനായി ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ഇപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. പോൾ പാർട്ടി ഡിപ്പാർട്ടഡ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. നമുക്കറിയാം ഇത് പോളിംഗ് ഡേയുടെ തലേദിവസമാണ് സംഭവിക്കുന്നത്. പോളിംഗ് ഡേയുടെ തലേദിവസം പോളിംഗ് സാമഗ്രികൾ കളക്ട് ചെയ്തതിന് ശേഷം പോൾ പാർട്ടി ഡിപ്പാർട്ട് ചെയ്യാൻ തയ്യാറായോ എന്നുള്ളതാണ് ഇവിടെ ഉള്ള ചോദ്യം. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ ഈ ആപ്പ് സംബന്ധമായ എന്തെങ്കിലും സംശയ നിവാരണങ്ങൾക്കുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങളും അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ടാവും. അതിനാൽ ഡിസ്ട്രിബ്യൂഷൻ ഡേയിൽ തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ലോഗിൻ ചെയ്യുകയും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. പോൾ പാർട്ടി ഡിപ്പാർട്ടഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നും പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ യെസ് എന്ന് കൊടുക്കാം. കൺഫർമേഷന് വേണ്ടി കൺഫേം പ്രസ് ചെയ്യാം. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് ഓൾ ഇൻ പൊസിഷൻ. അതായത് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത ശേഷം കൊടുക്കേണ്ട ഉത്തരമാണ് ഓൾ ഇൻ പൊസിഷൻ. ഇവിടെ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും പ്രത്യേക കാരണത്താൽ പോളിംഗ് സ്റ്റേഷൻ തയ്യാറാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നോട്ട് എറ്റ് എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്രകാരം നോട്ട് എറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു റീസൺ കൊടുക്കുന്നതിനുള്ള ഒരു അവസരമുണ്ട്. റീസൺ കൊടുത്തതിന് ശേഷം സബ്മിറ്റാണ് കൊടുക്കേണ്ടത്. കൺഫേം കൊടുത്തു. ഓക്കെ. ഓൾ ഇൻ പൊസിഷൻ എന്നുള്ള ചോദ്യത്തിന് റെഡി ആയതിനു ശേഷം യെസ് എന്ന് വീണ്ടും കൊടുക്കേണ്ടതാണ്. യെസ് എന്ന് കൊടുക്കാം. കൺഫേം. ഓക്കെ. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. മോക്ക് പോൾ കണ്ടക്റ്റഡ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്കറിയാം പോളിംഗ് ദിവസം രാവിലെയാണ് മോക്ക് പോൾ ചെയ്യേണ്ടത്. മോക്ക് പോൾ ചെയ്തതിന് ശേഷം യെസ് എന്നാണ് കൊടുക്കേണ്ടത്. യെസ് നോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം നോട്ട് എറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അതിന് തക്കതായ കാരണം കൊടുക്കാനും പിന്നീട് റെഡിയാകുമ്പോൾ യെസ് കൊടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട്. ഇവിടെ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. കൺഫേം. ഓക്കെ. നാലാമത്തെ ചോദ്യം വെദർ ഡേറ്റ എൻറ്റേർഡ് ഡ്യൂറിങ് മോക്ക് പോൾ ഹാസ് ബീൻ ക്ലിയർഡ് ബിഫോർ ദി ആക്ച്വൽ പോൾ. അതായത് മോക്ക് പോൾ ചെയ്തതിന് ശേഷം മെഷീനിലെ ഡേറ്റ ക്ലിയർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അത് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. ചെയ്തതിന് ശേഷം യെസ് എന്നാണ് കൊടുക്കേണ്ടത്. കൺഫേം. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം പോൾ സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. പോളിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായപ്പോൾ പോളിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നോട്ട് എറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക്
അതിൻ്റെ കാരണം കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ റൂമുകളിൽ ആ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. പോൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം ആറാമത്തത് അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 8 AM. അതായത് പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ 8 മണി വരെയുള്ള സമയം കൊണ്ട് എത്ര മെയിൽ വോട്ട് ചെയ്തു, എത്ര ഫീമെയിൽ വോട്ട് ചെയ്തു, എത്ര ട്രാൻസ്ജെൻഡർ വോട്ട് ചെയ്തു, ഇതാണ് ചോദ്യം. ആ ഫിഗറുകൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത് 9 മണിക്കാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫിഗറുകളാണ് കൊടുക്കേണ്ടത്. പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ 8 മണി വരെ, പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ 9 മണി വരെ, പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ 10 മണി വരെ. ഈ രീതിയിൽ പോളിംഗ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഫിഗറാണ് ഓരോ മണിക്കൂറിലും കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. 9 മണിയുടെ ഫിഗർ കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം 10 മണിക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10 മണി കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ഫിഗറുകൾ കൊടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഈ വിവരങ്ങൾ ജില്ലാ ഇലക്ഷൻ ഓഫീസിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലും എത്തേണ്ടതാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോളിംഗിൻ്റെ പ്രോഗ്രസ് വിലയിരുത്തപ്പെടുന്നത്. പൊതുജനങ്ങളും മീഡിയയും എല്ലാം ഈ ഒരു ഫിഗറിനെ ആണ് ആശ്രയിക്കുന്നത്. അതിനാൽ സമയത്ത് തന്നെ കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 10 മണിക്കുള്ള ഫിഗർ കൊടുക്കാം. ഇവിടെ ഒരു വാണിംഗ് വരുന്നുണ്ട്. തേർഡ് ജെൻഡർ കൗണ്ട് മേ ബി ഇൻകറക്റ്റ് വിച്ച് ഈസ് ലെസ് ദാൻ ദി ലാസ്റ്റ് അപ്ഡേറ്റ്. പ്ലീസ് ചെക്ക് ആൻഡ് കറക്റ്റ് ഇറ്റ്. അതായത് നമ്മൾ 9 മണിയുടെ സമയത്ത് ഒരു തേർഡ് ജെൻഡർ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് 0 കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫിഗറാണ് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ 9 മണിക്ക് കൊടുത്തപ്പോൾ തെറ്റിപ്പോയത് ആവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ഈ രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 9 മണി, 8 മണി ഇങ്ങനെ പുറകോട്ട് പോകുന്നതിനായിട്ട് സാധിക്കും. 9 മണിയുടെ ഫിഗറിലാണ് തെറ്റ് പറ്റിയതെങ്കിൽ നമുക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. തുടർന്ന് സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 10 മണിക്ക് ട്രാൻസ്ജെൻഡർ 0 കൊടുക്കുന്നതിന് തടസ്സമില്ല. തുടർന്ന് 11 മണിയുടെ കൗണ്ട് കൊടുക്കാം. തുടർന്ന് സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ മറ്റൊരു എററാണ് വരുന്നത്. മെയിൽ വോട്ട് കൗണ്ട് മേ ബി ഇൻകറക്റ്റ് വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലാസ്റ്റ് അപ്ഡേറ്റ്. പ്ലീസ് ചെക്ക് ആൻഡ് കറക്റ്റ് ഇറ്റ്. അതായത് ഇവിടെ 240 കൊടുത്തത്, 340 കൊടുക്കേണ്ടതായിരുന്നു. തെറ്റിച്ചാണ് അത് കൊടുത്തത്. എറർ വരാൻ കാരണം 10 മണിക്ക് 250 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 11 മണിക്ക് 240 കൊടുക്കുന്നതിനായിട്ട് സാധിക്കില്ല. 340 എന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഇതേ രീതിയിൽ ഓരോ മണിക്കൂറും അവസാനിക്കുന്ന സമയത്ത് കൗണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് മറ്റൊരു വാണിംഗ് വരുന്നുണ്ട്. മെയിൽ വോട്ട് കൗണ്ട് എക്സീഡ്സ് ടോട്ടൽ മെയിൽ വോട്ടേഴ്സ് കൗണ്ട് ഇൻ ദി പോളിംഗ് ബൂത്ത്. അതായത് ഈ ബൂത്തിൽ ഉള്ള മൊത്തം മെയിൽ വോട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 449. അതിൽ കൂടുതലായിട്ടുള്ളൊരു ഫിഗർ നമുക്ക് കൊടുക്കുന്നതിനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ന്യായമായിട്ടും തെറ്റിച്ച് കൊടുത്തതാവും. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഓരോ മണിക്കൂറിൻ്റെയും കണക്കുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇതേ രീതിയിൽ 6 മണി വരെയുള്ള കൗണ്ടാണ് കൊടുക്കേണ്ടത്. 6 മണിയുടെ കൗണ്ട് കൊടുത്തതിന് ശേഷം 17ാമത്തെ ചോദ്യം അപ്ഡേറ്റ് നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദി ക്യൂ അറ്റ് 6 PM. അതായത് നമുക്കറിയാം 6 മണിയാണ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയമെങ്കിൽ 6 മണിക്ക് ക്യൂവിൽ ഉള്ളവരെ വോട്ടിംഗ് ചെയ്യാൻ അനുവദിക്കേണ്ടതുണ്ട്. അപ്രകാരം എത്ര പേർ ക്യൂവിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മെയിൽ ഫീമെയിൽ തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യൂവിലുള്ള മൊത്തം ആളുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം നമ്പർ 18
പോളിംഗ് സ്റ്റാറ്റസ് ഓൺ ക്ലോസ്, അതായത് 6 മണി വരെയാണ് പോളിംഗ് ടൈമെങ്കിലും 6 മണിക്ക് ക്യൂവിലുള്ളവരെ വോട്ടിംഗ് ചെയ്യുന്നതിന് അനുവദിച്ചതിന് ശേഷം പോളിംഗ് ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള തുടക്കം മുതൽ അവസാനം വരെ ഉള്ള സമയങ്ങളിൽ വോട്ട് ചെയ്തവരുടെ കണക്കാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓൺ ക്ലോസിൻ്റെ ഫിഗർ കൊടുക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുറകിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഏതെങ്കിലും സമയങ്ങളിലെ വോട്ടർ ടേൺ ഔട്ടിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഓൺ ക്ലോസ് കൊടുത്തതിന് ശേഷം അപ്രകാരമുള്ള കറക്ഷൻസ് സാധിക്കില്ല. സബ്മിറ്റ് കൊടുക്കാം. അടുത്ത ചോദ്യം 19ാമത്തത് പോൾ ക്ലോസ്ഡ്, അതായത് പോളിംഗ് അവസാനിപ്പിച്ചോ എന്നുള്ളതാണ്. പോളിംഗ് അവസാനിപ്പിച്ചു എങ്കിൽ യെസ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്ത ടൈമും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. സെലക്ട് ടൈം എന്നുള്ള ബട്ടണിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് ക്ലോക്കിൽ നിന്നും സമയം സെലക്ട് ചെയ്യാം. AM ആണോ PM ആണോ എന്നുള്ളത് മുകളിൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 6:30 PM എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ എന്ന് കൊടുക്കാം. ടൈം കൊടുത്ത് തെറ്റിപ്പോയെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. 6:40 PM എന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇപ്രകാരം ടൈം കൃത്യമായി കൊടുത്തതിന് ശേഷം യെസ് എന്നാണ് കൊടുക്കേണ്ടത്. പോൾ ക്ലോസ്ഡ് എന്നുള്ള ചോദ്യത്തിനാണ് യെസ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, പോൾ പാർട്ടി റീച്ച്ഡ് കളക്ഷൻ സെൻറ്റർ എന്നുള്ളതാണ്. പോളിംഗ് മെറ്റീരിയലുമായി കളക്ഷൻ സെൻറ്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് യെസ് ആണ് കൊടുക്കേണ്ടത്. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ആണ് കൊടുക്കേണ്ടത്. ഇനി ഇതിലുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പരിചയപ്പെടുത്താം. അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ. ഈ മുകളിൽ ഇടതുവശത്ത് കാണുന്ന 3 വരകൾ അത് മെനു ബാറാണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു കാണാൻ സാധിക്കും. ഇതിൽ നിന്നും വ്യൂ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഈ സമയത്ത് ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരുടെ കോൺടാക്ട് ഡീറ്റെയിൽസാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവരുടെ പേരും മൊബൈൽ നമ്പറും, ബൂത്ത് ലെവൽ ഓഫീസറുടെ ഡീറ്റെയിൽസ്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, വില്ലേജ് ഓഫീസർ, സെക്ടർ ഓഫീസർ, AERO, ERO, അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ, ഒബ്സർവർ, ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസർ, ഇപ്രകാരമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പേരും കോൺടാക്ട് നമ്പറും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ടാവും. പോളിംഗ് സംബന്ധമായ വിഷയങ്ങളിൽ നിങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ സെക്ടർ ഓഫീസറെയാണ്. അവിടെ നിന്ന് ഒരു പരിഹാരം കിട്ടാതെ വരുമ്പോഴാണ് മറ്റു തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടേണ്ടി വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബട്ടൺ ഉള്ളത് മുകൾ ഭാഗത്ത് വലതുവശത്തായി SOS എന്നുള്ള ബട്ടൺ ലഭ്യമാണ്. പോളിംഗ് തടസ്സപ്പെടുന്നതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് SOS. SOS എന്നുള്ള ആ ചുവന്ന ബട്ടണിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ 5 തരത്തിലുള്ള ഓപ്ഷനാണുള്ളത്. ലോ ആൻഡ് ഓർഡർ, ബാലറ്റിംഗ് യൂണിറ്റ് ഫെയിലിയർ, കൺട്രോൾ യൂണിറ്റ് ഫെയിലിയർ, പവർ ഫെയിലിയർ, VVPAT ഫെയിലിയർ. ഈ 5 തരത്തിലുള്ള കാരണങ്ങളാൽ പോളിംഗ് തടസ്സപ്പെടുന്ന പക്ഷം നിങ്ങൾക്ക് SOS എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇതിൽ ആ പർട്ടിക്കുലർ റീസണിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജില്ലാ കൺട്രോൾ റൂമിൽ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. ജില്ലാ ഇലക്ഷൻ ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പോൾ മാനേജർ എന്നുള്ള മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർ അഥവാ ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ നിർവഹിക്കേണ്ടത്. താങ്ക് യു.